നമസ്കാരം. ഒരു മനുഷ്യന്റെ സമാധിക്ക് പുറകെ ആയിരുന്നല്ലോ ആ, നമ്മുടെ എല്ലാം വാർത്താ സഞ്ചാരം. ഞാനും അതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യം വാർത്തകൾ കേട്ടപ്പോൾ അയ്യേ എന്തൊരു കഷ്ടമാണിത് എന്നൊക്കെ തോന്നി. ആ, കാരണം നമ്മുടെ ഒന്നും നാട്ടിലെ ഈ സമാധി ഇരുത്തലും അതൊന്നും ആ, ഉം, ഒരു നമുക്ക് പരിചയമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആയിരിക്കണം ആ ഒരു കണ്ടീഷനിങ് ഉള്ളത് കൊണ്ട് പിന്നീട് ആണ് ഇതിന്റെ ഒരു സയന്റിഫിക് ടെമ്പറൊക്കെ കൊണ്ട് ഞാനങ്ങ് വിജൃംഭിതയായി. പിന്നീട് അത് ആ സമാധി പൊളിക്കുന്നു, പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു, സയന്റിഫിക് ആയിട്ട് അതിനെ നിയമപരമായ നൂലാമാലകൾ ഇങ്ങനെയൊക്കെ അങ്ങ് നമ്മളൊക്കെ ഇങ്ങനെ ആധുനിക ഹിന്ദുക്കളായി തീരുന്നു എന്നുള്ളത് ഒക്കെ അങ്ങ് എന്താ പറയാ, ധൃതംഗ പുളകിതയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അപ്പോഴാണ് അതിന് പിറകിലുള്ള ചില ശക്തികളുടെ ആ ഒരു പിടുത്തം എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിക്കുന്നത്. ചിലർക്ക് അതിലെന്തോ ഒരു മർക്കട മുഷ്ടി ഉണ്ട് എന്ന് തോന്നി. അപ്പോ അതിന് പിറകെ പോകുന്നവരെ ഞാനും ഒന്ന് പിന്തുടർന്നു നോക്കി. അപ്പോഴാണ് ഇന്ന് എൻ്റെ സുഹൃത്ത് ഡോക്ടർ മഹേന്ദ്രകുമാർ എഴുതിയ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ വന്നത്. അത് ഒരക്ഷരം വിടാതെ ഞാനിവിടെ വായിക്കുകയാണ്. അത് നിങ്ങളൊന്ന് മനസ്സിരുത്തി കേൾക്കണം. ഇതാണ് ആ കുറിപ്പ്. ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിന് പിന്നിലെ ചില വിഷയങ്ങൾ. ഗോപൻ സ്വാമി സംഘ സ്വയംസേവകൻ ആയിരുന്നു. 90-91 കാലഘട്ടത്തിൽ ഒരു പ്രത്യേക മതവിഭാഗവും ആയുള്ള ആറാലുമൂട് സംഘർഷത്തിൽ 2ാം പ്രതി ആയിരുന്നു. അതിന്റെ ചുരുക്ക് ഇന്നും അവർക്കുണ്ട്. അത് ഈ വിവാദങ്ങൾക്കിടയിൽ പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായിരുന്നു. നാടാർ സമുദായത്തിൽ ഹിന്ദുക്കളായി അവശേഷിക്കുന്നവർക്ക് അതേ സമുദായത്തിൽ തന്നെയുള്ള ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ വിശ്വാസികളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ചില അനുഭവങ്ങൾ അത്ര സുഖകരമല്ല. ഈ വിവാദങ്ങൾക്കിടയിൽ അതും പ്രതിഫലിച്ചിട്ടുണ്ട്. സ്വാമി നിർമ്മിച്ച ക്ഷേത്രം പലർക്കും കല്ലുകടിയായിരുന്നു. അവിടെ ഒരു റോഡ് വെട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട്. അത്തരം പ്രാദേശിക വിഷയങ്ങൾ ഈ വിഷയത്തെ വിവാദമാക്കി തീർക്കുന്നതിനു പിന്നിലെ ഇന്ധനമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് കുറച്ചു മാറി 8-10 സെന്റ് വസ്തു വാങ്ങിയ ഗോപൻ സ്വാമി അവിടെ ഒരു സർപ്പക്കാവ് നിർമ്മിച്ചു. ഈ കാവിന് പരിസരത്തായി കുറെ വയലുകളുണ്ട്. അത് മണ്ണിട്ട് നികത്തി വിൽക്കാൻ പദ്ധതിയിട്ടിരുന്നവർക്ക് ഈ സർപ്പക്കാവിന്റെ വരവ് തലവേദനയുണ്ടാക്കി. കാരണം സർപ്പക്കാവിന്റെ അടുത്തുള്ള ഭൂമി വീട് വെക്കാനായി ആരും അത്ര പെട്ടെന്ന് വാങ്ങിക്കില്ലല്ലോ. ഇങ്ങനെ ഗോപൻ സ്വാമിക്ക് പല വിധത്തിൽ ശത്രുക്കളുണ്ടായിരുന്നു. സമയവും സാഹചര്യവും ഒത്തു വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. മാധ്യമങ്ങളിൽ പല നാട്ടുകാരും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഗോപൻ സ്വാമി കൂലിപ്പണിക്കാരനായിരുന്നു എന്നത്. അതെ, ഗോപൻ സ്വാമി സംഘപരിവാറിലെ തൊഴിലാളി സംഘടനയായ BMS അംഗവും ഭാരവാഹിയും ആയിരുന്നു. കൂലിപ്പണിക്കാരന് സ്വാമിയാകാൻ പറ്റുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. സമ്മതിച്ചു. ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പണി നടക്കുന്ന കാലത്ത് കൂലിപ്പണിക്കാരെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ ചട്ടമ്പിസ്വാമി രാമൻപിള്ള ആശാന്റെ അടുക്കലുള്ള പഠിത്തം മതിയാക്കി മേസ്തിരിയുടെ കയ്യാളായി പണിക്ക് ചേർന്നു. പിന്നീട് കൂലിപ്പണി ഉപേക്ഷിച്ച് സഹോദരതുല്യനായ കൃഷ്ണപിള്ളയുടെ കീഴിൽ ആധാരമെഴുത്തിൽ പരിശീലനം നേടി. നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാണ്ടിയിലും ആധാരമെഴുത്തുകാരനായി അല്പകാലം കഴിഞ്ഞു. ഇതിനിടയിൽ സെക്രട്ടേറിയറ്റിൽ ഒരു കണക്കപ്പിള്ളയാൽ താൽക്കാലിക ജോലി കിട്ടി. വിക്രമൻ തമ്പി എന്ന മേലുദ്യോഗസ്ഥനോട് പിണങ്ങി വൈകാതെ അവിടെ നിന്നും പിരിയേണ്ടി വന്നു. ചട്ടമ്പി സ്വാമിയുടെ ഇത്രയും ചരിത്രം പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കൂലിപ്പണിക്കാരനും സ്വാമിയാകാം എന്ന് സൂചിപ്പിക്കാനാണ്. നെയ്യാറ്റിൻകര ഗോപൻ എന്ന സിനിമാ കഥാപാത്രത്തിന്റെ പേര് ഗോപൻ സ്വാമിക്ക് വിശേഷണമായി അവതരിപ്പിച്ചത് അദ്ദേഹത്തെ കോമാളിയാക്കാൻ വേണ്ടി തന്നെയാണ്. ആറാലുമൂടുകാരനെ നെയ്യാറ്റിൻകരക്കാരനാക്കിയ മാധ്യമ ബുദ്ധിയുടെ രഹസ്യവും ഇതാണ്. നെയ്യാറ്റിൻകരയും ആറാലുമൂടും തമ്മിൽ 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിന് നെയ്യാറ്റിൻകരക്കാരനാക്കി എന്ന് ചോദിച്ചാൽ ഒരു മറുചോദ്യമുണ്ട്. ബാലരാമപുരവും ആറാലുമൂടും തമ്മിൽ 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഗോപൻ സ്വാമിയെ ബാലരാമപുരം ഗോപൻ എന്നാക്കിക്കൂടെ? ഒറ്റ കാര്യമേ പറയാനുള്ളൂ. തെക്കൻ തിരുവിതാംകൂറിൽ നാടാർ സമുദായത്തിലെ ഭൂരിപക്ഷം പേരും മതപരിവർത്തനം ചെയ്യപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞു.
അവശേഷിക്കുന്ന വളരെ കുറച്ച് ശതമാനം നാടാർ ഹിന്ദുക്കൾക്കിടയിൽ അപകർഷതാബോധം ജനിപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം കാലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവിടുത്തെ മതപരിവർത്തന ലോബികളും മാധ്യമ വ്യഭിചാരികളും ചെയ്തു വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അവസാനത്തേതാണ് സമാധി വിവാദം. നിയമപരമായ കാരണങ്ങളും ആധുനികവാദവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ആ കുടുംബത്തെ തള്ളിപ്പറയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ അവരെ എത്രയൊക്കെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും അയ്യാ വൈകുണ്ഠനാഥരെ ഹിന്ദു സമാജത്തിന് സമ്മാനിച്ച നാടാർ സമുദായത്തോട് എന്നെന്നും നമുക്ക് കടപ്പാടുണ്ട്. സിദ്ധവൈദ്യവും കളരിയും പനയേറ്റവും കുലത്തൊഴിലായി കൊണ്ടു നടന്നിരുന്ന മഹാകാളിയെ ആരാധിച്ചിരുന്ന ഒരു മഹത് പാരമ്പര്യം പേറുന്ന നാടാർ സമുദായം എല്ലാ കാലവും ഹിന്ദു സമാജത്തിൽ തന്നെ ഉണ്ടാകും എന്നുറപ്പാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദുക്കളായി നിലകൊള്ളുന്നവർ മാത്രമല്ല, പരപ്രേരണയാൽ ഇറങ്ങിപ്പോയവരും ഉൾപ്പെടെ എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്. പോയവരിൽ പലരും ഇന്നും സർട്ടിഫിക്കറ്റിൽ ഹിന്ദുവാണ് എന്നത് വേറെ. പറയാൻ നിന്നാൽ ഇനിയും ഒരുപാടുണ്ട്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. അതിനുശേഷം എൻ്റെ സുഹൃത്ത് ഈ വിഷയത്തിൽ ഒരു മുസ്ലിം വിശ്വാസി പറഞ്ഞ അഭിപ്രായം താഴെ ഒരു സ്ക്രീൻഷോട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ അഭിപ്രായം ഇതാണ്: അടുത്ത സ്വർഗവാതിൽ ഏകാദശിയിൽ പുനഃപ്രതിഷ്ഠ സർക്കാർ ചിലവിലാക്കുക, കുടുംബത്തിന് മരണ സർട്ടിഫിക്കറ്റ് നൽകുക, ക്യാബിനറ്റ് പദവിയുള്ള ആൾ ക്ഷമാപണം നടത്തുക. ഇതാണ് ആ ഒരു കുറിപ്പ്. മറ്റൊരു ലേഖനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഗോപൻ സ്വാമി മതം മാറിയിട്ട് വീണ്ടും തിരിച്ച് ഘർവാപസി നടത്തി സ്വന്തം ധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ മതക്കാർക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന ചൊരുക്ക്, അദ്ദേഹം ഒരു കാവ് സ്ഥാപിക്കുന്നു, അമ്പലം സ്ഥാപിക്കുന്നു, ഇതൊക്കെ ഉണ്ടാക്കിയ ചൊരുക്ക് ഈ ഒരു പ്രശ്നത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തെ പിന്തുടർന്നവർ എല്ലാവരും തരുന്ന അറിവ്. ഇത് ഹിന്ദു സമൂഹം ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ സയന്റിഫിക് ടെമ്പറിന്റെ കൂടെ തന്നെ ഇത് നമ്മുടെ സമാജത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കുക. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്ക് തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.